അവർക്ക് ഇടയിലുണ്ടായ ചില വാക്ക് തർക്കങ്ങൾക്കിടയിൽ ഉണ്ണിമുകുന്ദൻ പറയുന്ന കൂളിംഗ് ഗ്ലാസ് എടുത്ത് വലിച്ചെറിഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ്. അതൊന്നും അത്ര ശരിയായ കാര്യമല്ല. മർദ്ദിക്കാനോ അത്തരത്തിലുള്ള കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് വലിച്ചെറിയാനോ പാടുള്ളതല്ല. എന്നിരുന്നാലും ആ സമയത്തെ ഉണ്ണിമുകുന്ദൻ്റെ മാനസികാവസ്ഥ ഉണ്ണിമുകുന്ദനെ കൊണ്ട് അത് ചെയ്യിച്ചു. അപ്പോഴും ഈ വിപിൻ പറയുന്നത് പോലെ, പരാതിയിലും മാധ്യമങ്ങൾക്ക് മുമ്പിലും പറഞ്ഞതുപോലെ, വിപിനെ ഉണ്ണിമുകുന്ദൻ ഒരു തരത്തിലും മർദ്ദിച്ചിട്ടില്ല. അവിടെ CCTV ഉള്ളതാണ്. ആ CCTV ദൃശ്യങ്ങളിൽ ഒരിടത്ത് പോലും ഉണ്ണി വിപിനെ മർദ്ദിക്കുന്നതായ ദൃശ്യങ്ങളില്ല. അപ്പോൾ ആ ഒരു കാര്യം തന്നെ എത്രത്തോളം വലിയ കള്ളത്തരമാണ്. ആ കള്ളത്തരത്തിൻ്റെ മുകളിലാണ് പലരെയും കൂട്ടിച്ചേർത്ത് ഉണ്ണിമുകുന്ദനെതിരെ കഥകൾ ഉണ്ടാക്കിയത്. അതിൽ സുപ്രധാനി ടൊവിനോ തോമസ് ആണ്. ഈ ടൊവിനോ തോമസിൻ്റെ പുതിയൊരു സിനിമ നരിവേട്ട എന്ന് പറയുന്ന പുതിയൊരു സിനിമ പ്രൊമോട്ട് എന്തോ ചെയ്തിരുന്നത് ഈ പറയുന്ന വിപിനായിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ടൊവിനോ തോമസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്ങും മറ്റും വിപിൻ നോക്കിയിരുന്നുവെന്നും, നരിവേട്ടയുടെ വിജയത്തിൽ വിപിൻ ഇട്ട ഒരു പോസ്റ്റ് നരിവേട്ടയെ അഭിനന്ദിച്ചുകൊണ്ട്, ടൊവിനോ തോമസ് നായകനായ നരിവേട്ടയെ അഭിനന്ദിച്ചുകൊണ്ട് വിപിൻ കുമാർ ഇട്ട പോസ്റ്റിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് തനിക്കെതിരെ ഇങ്ങനെയൊക്കെ തിരിയുന്നത് എന്നൊക്കെയാണ് വിപിൻ കുമാർ മാധ്യമങ്ങൾക്ക് മുമ്പിലും നമുക്ക് മുമ്പിലും വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. പക്ഷേ ടൊവിനോ തോമസ് ഉണ്ണിമുകുന്ദനെ വിളിച്ചിരുന്നു. അവർക്കിടയിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, ഒരു ഈഗോ പ്രശ്നങ്ങളുമില്ല. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. ആഴ്ചയിൽ 1-2 വട്ടമൊക്കെ വിളിക്കുന്ന തരത്തിൽ നല്ല സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ച വിപിൻ്റെ ആ കള്ളവും പൊളിഞ്ഞ് പാളീസായി എന്ന് വേണം പറയാൻ. അവസാനത്തെ പാരഗ്രാഫുകളിലൊന്നിൽ ഉണ്ണിമുകുന്ദൻ വ്യക്തമാക്കി പറയുന്നുണ്ട്, സിനിമാ മോഹവുമായി വരുന്ന പുതുമുഖങ്ങളോട് ഉണ്ണിമുകുന്ദൻ ഭയങ്കര ബിസിയാണ് 5 വർഷത്തേക്ക് എന്നൊക്കെ പറഞ്ഞവരെ പറഞ്ഞു വിടുന്നൊരു ശീലം ഈ മാനേജർക്കുണ്ടായിരുന്നു, ഈ സ്വയം പ്രഖ്യാപിത മാനേജർക്കുണ്ടായിരുന്നു. പക്ഷേ ഇയാളൊരു മാനേജറേ അല്ലായിരുന്നു എന്ന് ഉണ്ണിമുകുന്ദൻ വ്യക്തമാക്കുന്നുണ്ട്. സ്വയം പ്രഖ്യാപിത മാനേജർ എന്ന് വിളിക്കാനും കാരണം അതാണ്. ഉണ്ണിമുകുന്ദനെ നശിപ്പിക്കുക, ഉണ്ണിമുകുന്ദൻ്റെ സ്റ്റാർഡവും ഉണ്ണിമുകുന്ദൻ്റെ വളർച്ചയിലും അസൂയ മൂത്ത് ഉണ്ണിമുകുന്ദനെ നശിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൻ്റെ പുറത്താണ് ഇയാൾ ഈ കാണിച്ചു കൂട്ടുന്നത്. പക്ഷേ സത്യം അയാൾക്കെതിരായിരുന്നു. ആ ഒരു സത്യത്തിൻ്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഉണ്ണിമുകുന്ദനെ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിച്ച വിപിൻ കുമാർ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്.